സൂചിക്കുകയാണ്. വിളച്ചിലടിക്ക മിസ്റ്റർ ഗവർണർ, ഞങ്ങൾ ആദരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. ഞങ്ങൾ ആദരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രങ്ങളെയാണ്, ശാസ്ത്രങ്ങളെയാണ്, ഈ സമൂഹത്തെയാണ്. അല്ലാതെ RSSന്റെ ഇത്തരത്തിൽ നിങ്ങൾ വണങ്ങുന്ന ഈ ബിംബങ്ങളെയെല്ലാം നിങ്ങളുടെ ശാഖയ്ക്കകത്ത് വച്ച് വണങ്ങിയാൽ മതിയെന്ന് ഈ ഘട്ടത്തിനകത്ത് ഞങ്ങൾ പറയുകയാണ്. ഗവർണറോട് എല്ലാ ഘട്ടവും പറയുന്നത് പോലെ, നേരത്തെ സൂചിപ്പിച്ച പോലെ, ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾ ഈ ഘട്ടത്തിനകത്ത് അടിവരയിട്ട് പറയുന്നു: വിളച്ചിലടിക്കരുത്. ഗവർണറോട് ഈ ഘട്ടം SFI സൂചിക്കുകയാണ്, വിളച്ചിലടിക്കരുത്. ഇവിടെ SFI എന്താണെന്നും SFIയുടെ സമരങ്ങൾ എന്താണെന്നും ആ ഫോൺ കറക്കി ആരിഫ് മുഹമ്മദ് ഖാനെ വിളിച്ചാൽ മതി. ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു തരും എന്താണ് SFI എന്നും SFIയുടെ സമരങ്ങൾ എങ്ങനെയാണെന്നും. ആരിഫ് മുഹമ്മദ് ഖാനിന് ചോദിച്ചാൽ മതി. RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഈ കേരളത്തിനകത്ത് സർവകലാശാലയ്ക്കകത്ത് വന്നാൽ അതിനെയെല്ലാം വലിയ വിദ്യാർത്ഥി പ്രതിരോധം തീർത്ത് ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ഈ കേരളത്തിലെ SFI ആ മുൻപന്തിയിൽ ഉണ്ടാവുമെന്ന് ഈ ഘട്ടത്തിനകത്ത് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. തലയ്ക്കകത്ത് ചാണകമില്ലാത്ത തലച്ചോറുള്ള ഏതൊരു മനുഷ്യനും ചെയ്ത കാര്യമേ രജിസ്ട്രാറും ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ നാടിനകത്ത് സർവകലാശാലയുടെ VC യെ സംബന്ധിച്ചുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. രാജാവിനെയും കാട്ടി വലിയ രാജഭക്തിയുള്ള ഒരു VC കേരള സർവകലാശാലയ്ക്കകത്തുണ്ട്. വിദ്യാർത്ഥികളെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. അതിനകത്തൊന്നും തിടുക്കത്തിൽ നടപടിയില്ല. ഇവിടെ RSS പറയുന്ന കാര്യം എന്താണോ അത് കുമ്പിട്ട് വണങ്ങി നിന്നുകൊണ്ട് അത് ചെയ്യുന്ന ആളുകളായി കേരളത്തിന്റെ സർവകലാശാലയ്ക്കകത്തുള്ള VC മാറിക്കഴിഞ്ഞു. ഇതിനെതിരെ വലിയ പ്രതിഷേധം തീർത്തുകൊണ്ടാണ് SFI ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചത്. വരുന്ന ദിവസങ്ങൾക്കകത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ഗവർണർ ഭരണഘടന പഠിച്ചില്ലെങ്കിൽ തെരുവോരങ്ങൾക്കകത്ത് SFI ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുമെന്ന് ഈ ഘട്ടത്തിനകത്ത് ഞങ്ങൾ. തലയ്ക്കകത്ത് ചാണകമില്ലാത്ത തലച്ചോറുള്ള ഏതൊരു മനുഷ്യനും ചെയ്ത കാര്യമേ രജിസ്ട്രാറും ഇവിടെ ചെയ്തിട്ടുള്ളൂ.